കഴിഞ്ഞ ദിവസം ലുലുവിൽ വെച്ച് നടന്ന പല്ലോട്ടി സിനിമയുടെ ട്രെയിലർ ആൻഡ് മ്യൂസിക് ലോഞ്ചിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രാന്തൻ ടീമിന് വളരെ ക്ലോസ് ടു ഹാർട്ട് എന്ന് തോന്നിയ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. ഏതൊരു സിനിമാക്കാരുടെയും സ്വപ്നം ആദ്യ സിനിമ. വളരെ നാളത്തെ കഷ്ടപ്പാടും കാത്തിരിപ്പും എല്ലാത്തിൻ്റെയും ഒടുവിൽ ആദ്യ സിനിമ റിലീസാവുന്നു. എത്ര ഇമോഷണൽ ആയിരിക്കുമല്ലേ ആ ഒരു സീൻ. പല്ലോട്ടി സിനിമയുടെ ഡയറക്ടർ ജിതിൻ രാജിൻ്റെ ഇമോഷണൽ സ്പീച്ച്. അത് ഞാൻ പറയുന്നതിൽ നന്നായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങളൊരു 4 പേര് കൂടിയിട്ടാണ് ഒരു താങ്ക് യു. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം ചിലൊരു വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ചോളം. കണ്ടില്ലേ, സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റാണിത്. പക്ഷേ സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ 3 സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ ഒരു സിനിമ കൂടിയാണ് കേട്ടോ പല്ലുട്ടി. ഈ സിനിമയുടെ അടുത്തൊരു ഹൈലൈറ്റ് ലിജോ ജോസ് പല്ലിശ്ശേരി ആദ്യമായി പ്രസന്റ് ചെയ്യുന്ന സിനിമ എന്നതാണ്. അപ്പോൾ തന്നെ സിനിമയുടെ ഒരു റേഞ്ച് ഊഹിക്കാമല്ലോ അല്ലേ. കുട്ടിക്കാലത്തിന്റെ വേനൽ അവധിയുടെ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു മധുരം ഒരു മിഠായിൽ നിറച്ചിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ എക്കാലത്തെയും ഏറ്റവും ആഘോഷമായിട്ടുള്ള സിനിമകളിൽ ചിലത്. ഇപ്പൊ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ള ഒരു സിനിമ ഒരു കുട്ടികളുടെ സിനിമയാണ്. അപ്പം അതുപോലെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ, എല്ലാവർക്കും നൊസ്റ്റാൾജിയ തരുന്ന തരത്തിലുള്ള സിനിമ ആണ് പല്ലുട്ടി. ഇനി സൈജു കുറുപ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. സൈജു ചേട്ടൻ്റെ ലാസ്റ്റ് റിലീസ് ഭരതനാട്യം എന്ന സിനിമ. ഇത് തിയേറ്ററിൽ അധികം ആളുകളും മിസ് ചെയ്തു. പിന്നീട് OTTയിൽ വന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പല്ലോട്ടി എന്ന സിനിമയിലും വളരെ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് സൈജു ചേട്ടൻ ചെയ്തിരിക്കുന്നത്. പല്ലോട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാവുന്നപ്പോഴാണ് ആദ്യമായിട്ട് പല്ലോട്ടി കാണുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് മിഠായിയാണ്. പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് പല്ലോട്ടി എന്ന് പറയുന്നതാണ് അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ പറഞ്ഞു തന്നത്. ഇപ്പം ട്രെയിലറിൽ നിന്നും ഇതിൻ്റെ സോങ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു പടമായിരിക്കും. അത് കൂടാണ്ട് മുതിർന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് നോസ്റ്റാൾജി അടിക്കാൻ പോകുന്ന പോലത്തെ ഒരു സിനിമയാണ്. 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കൂടാണ്ട് പല സ്ഥലത്തും വേറെ അവാർഡ്സൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 25-ന് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുവാണ്. എല്ലാ പ്രാവശ്യം പോലെ നിങ്ങൾ ചെറിയ പടമെന്ന് കരുതി തിയേറ്ററിൽ പോകാണ്ടിരിക്കല്ലേ. OTTയിൽ വരുമ്പോൾ ഒന്നുകൂടെ കാണാം, സാറ്റലൈറ്റ് ചാനലിൽ വരുമ്പോൾ ഒന്നുകൂടെ കാണാം. പക്ഷേ ഉറപ്പായിട്ടും പല്ലുട്ടി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. സാജിദിൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി ദ ബ്രാൻഡ്, അദ്ദേഹമാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമല്ലോ, ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ നമ്മുടെ ബാലുചേട്ടൻ എപ്പോഴത്തെയും പോലെ ഒരു വൈബ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെയും ബാലുചേട്ടൻ്റെ എൻട്രി. ഹലോ, ഹായ്, ആരും ഇല്ലേ? അപ്പോൾ സാജിദ് നേരത്തെ പറഞ്ഞ പോലെ വളരെ കാലത്തൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സിനിമ വരികയാണ്. നമ്മള് ആക്ച്വലി സാജിദ് പറഞ്ഞ സെയിം സാധനം എനിക്കും ഫീൽ ചെയ്തേക്കണ കാര്യം. ഞങ്ങളും ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടി. അത്ര മനോഹരമായിട്ടൊരു സിനിമയാണ്, നല്ല രസമുള്ള കഥയാണ്. എൻ്റെ ഈ കഥ പറഞ്ഞപ്പോൾ തുടങ്ങി ഇതെനിക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരു കൊതിയുണ്ടായിരുന്നു. അപ്പോൾ 25-ന് പടം തിയേറ്ററിൽ റിലീസ് ചെയ്യണം. ഈ വലിയ സിനിമയിലെ ഒരു കുഞ്ഞു ഭാഗമാണ് എനിക്ക് പറ്റിയിട്ടുണ്ട്. അർജുനും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല സിനിമ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. താങ്ക് യു സോ മച്ച്. ഇവരെ പറ്റി സാജിദൊക്കെ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും മനസ്സിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. സൈജു ചേട്ടനോട് ആദ്യമായിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ മുത്തേ ഞാൻ ഉണ്ടടാ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ കൂടെ നിന്നതും, ബാലുചേട്ടനും അതുപോലെ തന്നെ തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കൂടെ നിൽക്കുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുന്നതിൽ നന്നായിട്ട് സാജിദക്ക് എന്താ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോളൂ. ഞങ്ങൾ കുറേ നാളത്തെ സ്വപ്നമാണ് പല്ലുട്ടി. നിങ്ങൾക്കെല്ലാം അറിയാം, സിനിമാ എന്നുള്ള ചെറിയൊരു ഫേസ്ബുക്ക് പേജിൽ തുടങ്ങി ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനിയായി ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് പടത്തിന് 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നു. ആ സിനിമ ഈ 20-ന് റിലീസാകാൻ പോകുന്നു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ കുറേ ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ട്. എന്നാലും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ പ്രസന്റ് ചെയ്ത് ഞങ്ങളുടെ മെന്റർ ലിജോ ജോസ് പല്ലിശ്ശേരിയോടാണ്. പിന്നെ ഇങ്ങനൊരു ചെറിയ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആ തോട്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് സൈചേട്ടനാണ്. സൈചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ മുത്തേ ഞാൻ ഉണ്ടെന്നാണ് സൈചേട്ടൻ പറഞ്ഞത്. ആ മുത്തേ വിളി ഇന്ന് ഈ നിമിഷം വരെ സൈചേട്ടൻ മെയിൻ ചെയ്തിട്ട് അത് കറക്റ്റായിട്ടാണ് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നു. ഇതിൻ്റെ
ഫസ്റ്റ് ഷെഡ്യൂൾ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റഷസാണ് ഞാൻ ബാലുവിനെ കാണിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ബാലു പറഞ്ഞു, മച്ചാനെ ഞാൻ ഈ പടത്തിൽ ഇന്നാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അർജുനും ഈ പടത്തിൽ നമ്മൾ കട്ടയ്ക്ക് കൂടുന്ന ആളാണ്. പിന്നെ എൻ്റെ കോ പ്രൊഡ്യൂസറാണ് നിതിൻ രാധാകൃഷ്ണൻ. അവരുടെയൊക്കെ സപ്പോർട്ടാണ് ഈ സിനിമ. അപ്പം എല്ലാവരോടും താങ്ക് യു. എല്ലാവരും ഈ സിനിമ ഈ 25-ാം തീയതി തിയേറ്റർ ഉണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, വിജയിപ്പിക്കണം. ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അടിപൊളി സിനിമയാണ്. താങ്ക് യു. ഇനി നമ്മുടെ സിനിമയുടെ ഫേസസ്, നമ്മുടെ കുട്ടി താരങ്ങൾ മാസ്റ്റർ ഡാവിഞ്ചി ആൻഡ് മാസ്റ്റർ നീരജ് കൃഷ്ണ. ഇത്രയും ആൾക്കൂട്ടവും ക്യാമറയും ഒക്കെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പേടിയാവുന്നു എന്ന് പറഞ്ഞ് ഇവർ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്താന്ന് മനസ്സിലായില്ലല്ലേ? ഒന്ന് കണ്ടു നോക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷത്തിലാണ്. പിന്നെ പല്ലുട്ടി സിനിമയ്ക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം മാത്രം പറഞ്ഞ് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സിനിമ കാണണം കേട്ടാ, തിയേറ്ററിൽ പോയിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഒരു സിനിമയിൽ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് അറിയാമല്ലോ. അത് ആ പാട്ടിന് അവാർഡ് കൂടെ കിട്ടിയതാണെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. സുഹൈലൻ കോയ വരികൾ എഴുതി, മണികണ്ഠൻ അയ്യപ്പ കമ്പോസ് ചെയ്ത് നമ്മൾ ഇന്ന് കേൾക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടായി എന്ന് ഇവർ പറയുന്നത് തന്നെ ഒന്ന് കേട്ടു നോക്കാം. 90 കിഡ്സ് സാജിദ് അഹിയ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഐഡിയ പറയുമ്പോൾ വെച്ചാൽ ജിതിൻ രാജു ഒരു ടീമും വന്നിട്ട് അവരുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പോപ്പുലറായി. അങ്ങനെ സാജിദ് അവരെ വിളിപ്പിച്ച് ഓഫീസിലേക്ക് വിളിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് കഥ പറയണം. അപ്പം പഴയ ഗ്രാമവും 90s ജീവിച്ചിരുന്ന ആളുകളുടെ കുറേ നൊസ്റ്റാൾജിയ എലമെൻറ്റ്സ് ഭയങ്കരമായിട്ട് അത് കണക്റ്റ് ആവുന്ന രീതിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ എന്നോ വിളിച്ച് ജിതിൻ ഭായി കഥ സംസാരിക്കുമ്പോൾ ഒരു പാലക്കാടൻ മനോഹരമായ ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ അത് നമ്മൾ കേട്ട കുറേ കഥകൾ, നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ കഥകൾ, ഒരു സൗഹൃദത്തിൻ്റെ കഥ, അത് എങ്ങനെയാണ് സൗഹൃദം നമുക്ക് വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ സൗഹൃദം എങ്ങനെയാണ് നമ്മളെ അപ്പാക്കുന്നത്, അത് നമ്മളെങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റുന്നത്, ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് എന്നൊക്കെ ഉള്ള സബ്ജക്റ്റാണ് ഈ കഥ സംസാരിക്കുന്നത്. അപ്പോൾ പാട്ട് ചെയ്തപ്പോൾ ഞാനും മണിയും കൂടെ അതുപോലെ തന്നെ ഞങ്ങൾ ലൊക്കേഷനിൽ പോവുകയും പാലക്കാട് പോവുകയും നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രാമ പശ്ചാത്തലത്തിൻ്റെ എലമെൻറ്റുകൾ കിട്ടണമെന്നൊരു ആഗ്രഹം കൊണ്ടിട്ട് അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കുകയും ഞങ്ങൾ അങ്ങനെ ഒരു കമ്പോസിഷൻ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഏറെ സന്തോഷം. അതിലെ പാട്ടിന് മികച്ച ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുക അതൊരു വലിയ അംഗീകാരമായിട്ട് തോന്നുന്നു. യൂട്യൂബിലെല്ലാം പോപ്പുലറാണ്. എല്ലാ സ്പോട്ടിഫൈയിലും അതുപോലെയുള്ള ആപ്സിലെല്ലാം പാട്ടുകളുണ്ട്. കേൾക്കാത്തവർ എല്ലാവരും പോയി കേൾക്കണമെന്ന് പറയണം. ഭയങ്കര ഒരു നമ്മളുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള വരികളും ഒക്കെ എഴുതി ആണ് ഈ പാട്ടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കേൾക്കണം. ഞാൻ മ്യൂസിക് ഡയറക്ടർ കൊടുക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ സാധിച്ച വലിയ സന്തോഷമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ജിതിനാണ് എന്നെ പല്ലോട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ സാജിക്ക പരിചയപ്പെടുന്നത്. പിന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൈലുമായിട്ട് വളരെ മനോഹരമായ കുറച്ച് പാട്ടുകൾ സഞ്ചരിക്കാൻ സാധിച്ചു. വലിയൊരു യാത്രയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അതിലൊരു ഗാനത്തിന് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. അത് വലിയ സന്തോഷമാണ്. പിന്നെ അതിന് മറ്റു ഗാനങ്ങൾക്കും റിലീസായ പാട്ടുകൾക്കും നല്ല രീതിയിലുള്ളൊരു സ്വീകാര്യത ലഭിച്ചു. എല്ലാവരുടെയും നല്ല കമൻറ്റുകൾ ലഭിച്ചു. പല്ലോട്ടി 90s കിഡ്സ് അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ബോസ് എന്ന് വേണമെങ്കിൽ പറയാം സാജിദ്ക്കയുടെ ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് ഈ പാട്ടുകളിലൂടെ പുതിയ സിംഗേഴ്സിനെ കണ്ടെത്താനും സാധിച്ചു. അതുപോലെ തന്നെ സുഹൈലുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പടത്തിലാണ് സുഹൈലായിട്ട് വർക്ക് ചെയ്യുന്നത്. സുഹൈൽ ഞാൻ ആരാധിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സുഹൈലാണ്. സുഹൈലുമായിട്ട് ആദ്യമായിട്ട് ഒരു വർക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കും ആ സുഹൈലിൻ്റെ ആ ഭാഗ്യം എനിക്കും കൂടെ കിട്ടുമെന്ന്. അപ്പോൾ തീർച്ചയായും അത് വലിയൊരു ഞെട്ടലായിരുന്നു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച സമയം. തീർച്ചയായും മറ്റു ഗാനങ്ങളും വളരെ നന്നാക്കി ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. വളരെയധികം സന്തോഷം. ഈ ടീമിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. പല്ലോട്ടി 90s കിഡ്സിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലും വലിയ സന്തോഷം.
താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്ന ഒരാളാണ് അർജുൻ അശോകൻ. അർജുൻ അശോകന് ഈ ഇവൻറ്റിന് എത്താൻ പറ്റിയില്ല. ആ ഒരു ആബ്സെൻസ് നമ്മുടെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്തു തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായി തന്നെ ഇവൻറ്റ് നടന്നു. ഇതിനിടയിൽ നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്. ഈ പല്ലോട്ടി മിഠായി ഇല്ലേ, അത് ക്രൗഡിനിടയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. 90s കിഡ്സിനും അതിന് മുകളിലോട്ടുള്ളവർക്കും പല്ലോട്ടി എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയാണ്. പലർക്കും ഇത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അത് കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നെന്നറിയോ. ചെറിയ കുട്ടികൾക്ക് പലർക്കും പല്ലോട്ടി ഫെമിലിയർ ആയിരുന്നില്ല. അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ആയപ്പോൾ ഈ ഒരു ഇവന്റ് ഇരട്ടി മധുരമുള്ളതായി. എന്തായാലും ഈ മാസം ഒക്ടോബർ 25-ന് പല്ലോട്ടി റിലീസ് ആവുകയാണ്. ലിജോ ചേട്ടൻ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്തിന്റെ സന്തോഷവും ആഘോഷവും ഒരു മിഠായിൽ നിറച്ചതിന്റെ അനുഭവം തന്നെയായിരിക്കും പല്ലോട്ടി എന്ന സിനിമ. അപ്പോൾ ഒക്ടോബർ 25-ന് നമുക്ക് തിയേറ്ററിൽ കാണാം.